everyone, welcome to Road to Bethlehem. നമ്മുടെ ഷോയുടെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോ, ഇന്നലെ നമ്മൾ ഏദനിലായിരുന്നു. ഇന്ന് നമ്മൾ എവിടേക്കാ യാത്ര പോകുന്നേ? നമ്മൾ ഇന്ന് അറാറത്തിലേക്കാണ് പോകുന്നത്. ഭൂമിയിൽ തിന്മ പെരുകി. ഭൂമിയെ രക്ഷിക്കാനായി ദൈവം നീതിമാനായ ഒരാൾ തിരഞ്ഞെടുത്തു. അത് നോഹയായിരുന്നു. നോഹയോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകം നിർമ്മിക്കാൻ. നമ്മൾ ഇന്ന് റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ വാക്യം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നിങ്ങളെല്ലാവരും മറക്കാതെ വായിക്കണേ. ഭൂമിയിൽ തിന്മ പെരുകിയപ്പോൾ അതിൻ്റെ ഫലമായുണ്ടായ മഹാപ്രളയത്തെ അതിജീവിച്ച് നോഹയും കുടുംബവും പുതിയൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുക. ഒരേ ഒരാളൊന്ന് ദൈവം പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും തയ്യാറായപ്പോൾ എത്ര വലിയ ആനന്ദത്തിലേക്കാണ് ലോകം വീണ്ടും പിറക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ലോകത്തും തിന്മ പെരുകുകയാണ്. നോഹയെ പോലെ ദൈവത്തെ സ്നേഹിക്കാനും അനുസരിക്കാനും എനിക്ക് കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ ലോകത്തിന് അനുഗ്രഹമായി തീരും. നോഹയുടെ കാലത്ത് എല്ലാവരും നോഹയെ മണ്ടനെന്നായിരിക്കും കരുതിയത്. ആരും അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ നോഹ പറയുന്നതൊക്കെ ആരെങ്കിലും വിശ്വസിച്ചിരുന്നെങ്കിൽ അവരും പെട്ടകത്തിൽ കയറി പ്രളയത്തെ അതിജീവിച്ചേനെ. ദൈവസ്നേഹത്തെ പ്രതി അപമാനവും സഹനങ്ങളും ഏറ്റെടുക്കാൻ നോഹ നമ്മളെയും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നോഹയുടെ ഫാമിലിയെക്കുറിച്ചൊന്നോർക്കാം. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യത്തിനായി കുടുംബനാഥൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ ഫുൾ സപ്പോർട്ട് നൽകുന്നു. നമ്മളെ ദൈവത്തോടും അവിടുത്തെ പദ്ധതികളോടും ചേർത്ത് നിർത്താൻ പരിശ്രമിക്കുന്ന മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ആദരിക്കാനും അനുസരിക്കാനും നമുക്കും പരിശ്രമിക്കാം. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഈ കൃപകളെല്ലാം നമ്മളിലേക്ക് ചൊരിയപ്പെടാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കണം. കൂട്ടുകാരെ, നമ്മളെല്ലാരും ബൈബിള് വായിച്ചു കഴിഞ്ഞില്ലേ? ജോ, ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്താണ്? നമ്മുടെ അടുത്ത സെഗ്മെന്റ് സ്റ്റോറി ടൈം ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ കഥ കേട്ടാലോ? ഹായ് കൂട്ടുകാരെ, സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ കഥ കേൾക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്കെല്ലാം ഫ്രണ്ട്സുണ്ട്. സ്കൂളിലും നമ്മൾ താമസിക്കുന്നിടത്തും പള്ളിയിലുമൊക്കെ നമുക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. 2 സുഹൃത്തുക്കളുടെ കഥയാണ്. ഈ സംഭവം നടക്കുന്നത് വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിലും ഒരു യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ അമേരിക്ക വിയറ്റ്നാമിലെ പല സ്ഥലങ്ങളിലേക്കും ബോംബ് വർഷിച്ചു. അപ്പോൾ ഈ കൂട്ടുകാർ താമസിക്കുന്നത് ഒരു ഓർഫനേജിലാണ്. അച്ഛന്മാർ നടത്തുന്ന ഓർഫനേജിലെ 2 കൂട്ടുകാരാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്. അപ്പോൾ ഈ ബോംബ് വീണ സമയത്ത് അച്ഛന്മാരും കുഞ്ഞുങ്ങളും കുറേ പേര് മരിച്ചു. അതിൽ ഈ പെൺകുട്ടിക്ക് മാരകമായിട്ട് മുറിവേറ്റു. അപ്പോൾ ശരിക്കും അതിൻ്റെ ജീവൻ വലിയ അപകടത്തിലാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ ഹെങ്ക് എന്നാണ് ആൺകുട്ടിയുടെ പേര്. അവൻ ഭയങ്കര കരച്ചിലായി. കൂട്ടുകാരി മരണത്തോട് മല്ലടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെയുള്ള 2 അമേരിക്കൻ, ഒരു ഡോക്ടറും നേഴ്സും, അങ്ങനെ 2 പേർ ഓടി വന്നു. അപ്പോൾ ഇവർ വന്നിട്ട് പെട്ടെന്ന് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ ജീവൻ രക്ഷിക്കണം. അപ്പോൾ ഒരു വേഗം പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ധാരാളം രക്തം വാർന്നു പോയിട്ടുണ്ട്. പെട്ടെന്ന് ബ്ലഡ് കൊടുക്കണം. അപ്പോൾ രക്തം കൊടുക്കണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഗ്രൂപ്പിന് മാച്ച് ചെയ്യുന്ന ആൾ വേണ്ടേ. അപ്പോൾ വേഗം ഈ ഡോക്ടറും നേഴ്സും അവരുടെ ബ്ലഡ് നോക്കിയപ്പം ആ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചല്ല. ബാക്കി അവിടെയുള്ള കുട്ടികളുടെ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പം ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചാണ്. അത് ആരുടെയാണെന്നറിയാമോ? അവളുടെ കൂട്ടുകാരൻ്റെ, ഹെങ്കിൻ്റെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഡോക്ടറിനാണെങ്കിൽ വിയറ്റ്നാമി ഭാഷ അറിയത്തില്ല, അമേരിക്കനാണ്. അപ്പം ഇവനെ ഹെങ്കിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ നിൻ്റെ ഫ്രണ്ട് അപകടത്തിലാണ്, രക്തം കൊടുക്കണം. അപ്പം പറഞ്ഞവൻ തലകുലുക്കി സമ്മതിച്ചു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഹെങ്കിനെ വേറൊരു ബെഡിൽ കിടത്തി ബ്ലഡ് എടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ വാർത്ത പെട്ടെന്ന് എല്ലായിടും അറിഞ്ഞു. ധാരാളം ആൾക്കാർ വന്നു. ആ സമയത്താണ് അപ്പോൾ ഈ ബ്ലഡ് എടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹെങ്ക് അങ്ങ് പേടിച്ചിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഡോക്ടറും നേഴ്സിനും ആകെ ടെൻഷനായി. എന്താണ് ഈ കൊച്ചിന് ഇനി വേറെ എന്തെങ്കിലും പ്രോബ്ലം? പക്ഷെ ഒരു പരിശോധിച്ചപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ഇവൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി.
അപ്പോൾ ഈ സമയത്താണ് ഒരു വിയറ്റ്നാമി നേഴ്സ് ഓടി അവിടെ എത്തുന്നു. അപ്പോൾ ബ്ലഡ് ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഇവൻ്റെ ബ്ലഡ് എടുക്കുന്നു, അടുത്ത ഇതിൽ ആ കുഞ്ഞ് അവൾക്ക് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ ടെൻഷൻ ഒരു വശത്ത്, അങ്ങനെ ഇവരാകെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വിയറ്റ്നാമി നേഴ്സ് ഓടി വരികയാണ്. ഡോക്ടർ, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയാണ് ഹെങ്കിനോടൊന്ന് സംസാരിക്കുക, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷിവർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഈ നേഴ്സ് വേഗം അവനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. വിയറ്റ്നാമി ഭാഷ അറിയാം. സംസാരിക്കാൻ തുടങ്ങി. ഇവരുടെ സംസാരം കഴിഞ്ഞ് ഒരു ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെങ്ക് അങ്ങോട്ട് റിലാക്സ്ഡായി. അവൻ്റെ ആ ഷിവറിങ് ഒക്കെ മാറി. അവൻ പതുക്കെ പുഞ്ചിരിക്കാൻ തുടങ്ങി. ഈ നേഴ്സും അവനും കൂടെ എന്തൊക്കെയോ തമാശ പറയാൻ തുടങ്ങി. അതോടെ ഈ ഡോക്ടറും നേഴ്സും എല്ലാവർക്കും ആശ്വാസമായി. പക്ഷെ അപ്പോൾ ഡോക്ടറിന് ഭയങ്കര ആകാംക്ഷയായി, ഇതെന്താണ് ഇത്ര പെട്ടെന്ന് ഇവന് ഈ ഒരു മാറ്റം വന്നത്, എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ ഈ വിയറ്റ്നാമി നേഴ്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൾക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഫ്രണ്ടായപ്പം പെട്ടെന്ന് സമ്മതിച്ചു. അപ്പം ഇവൻ വിചാരിച്ചിരുന്നത് ഇവൻ്റെ ദേഹത്തുള്ള മുഴുവൻ ബ്ലഡും എടുത്താണ് അവൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പോകുന്നതെന്ന്. അപ്പം പെട്ടെന്ന് ഇവൻ അങ്ങ് മരിക്കുമോ എന്നുള്ളൊരു പേടി വന്നിട്ടാണ് ഈ കുഞ്ഞ് ഷിവർ ചെയ്തത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അവനോട് ചോദിക്കുക, മരിക്കുമെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ അവൻ ഈ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം വിയറ്റ്നാമി നേഴ്സ് അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് മരിക്കുമെന്ന് അറിഞ്ഞിട്ട് നിൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ബ്ലഡ് കൊടുക്കാൻ നീ തയ്യാറായത്? അപ്പോൾ ഇവൻ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. എത്ര ബ്യൂട്ടിഫുള്ളായല്ലേ. ഈശോ ശിഷ്യന്മാരെ വിളിച്ചത് എന്താണ്? നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണെന്ന്. ഈശോയ്ക്ക് എപ്പോഴും ഇഷ്ടം നമ്മളുടെ കൂടെ കൂട്ടുകൂടാനാണ്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ പറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജീസസുമായിട്ട് കൂട്ടുകൂടണം, സംസാരിക്കണം, നമ്മുടെ കാര്യം നമ്മൾ ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യത്തില്ലേ? അല്ലെ ഫ്രണ്ട്സ് പറയുന്നത് ഇങ്ങോട്ടും കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നത് ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്മസ് അതാണ്. ക്രിസ്മസ് ഈശോ വന്നത് ഈ ലോകത്തിലെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആളിനും ഫ്രണ്ടാകാൻ ഈശോ റെഡിയാണ്. അപ്പോൾ ആരൊക്കെ ഈശോ എൻ്റെ ഫ്രണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അവരുടെയൊക്കെ കൂടെ ഈശോ ഫ്രണ്ടാകും. അപ്പം നമുക്കും തയ്യാറെടുക്കാം. ക്രിസ്മസ് സീസണിൽ നമ്മുടെ അടുത്തൊരു ചിന്ത, ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാരുടെയും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഈശോ മാറട്ടെ, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു, ബൈ. കഥ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കഥ നല്ല മെസ്സേജാണ് നമുക്ക് തന്നെ. ഈശോയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. കൂട്ടുകാരെ, ഈശോ ആയിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കളർഫുൾ ഫ്രാൻസിനെയാണ് കണ്ടത്. ഈ പ്രാവശ്യം നമ്മൾ ഏത് രാജ്യത്തെ ക്രിസ്മസ് ആഘോഷമാണ് കാണാൻ പോകുന്നത്? നമ്മൾ ഇറ്റലിയിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് മൂവ് ചെയ്യാം. ഇറ്റലിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഡിസംബർ 8-നാണ്. എന്താ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാളാണ്. അന്നാണ് ഇറ്റലിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവസാനിക്കുന്നത് എന്നാണെന്നറിയാമോ? ജനുവരി 6. അന്ന് പൂജരാജാക്കന്മാരുടെ തിരുനാളാണ്. ലോകത്തിലെ ആദ്യത്തെ പുൽക്കൂട് ഒരുങ്ങിയത് എവിടെയാ? ഇറ്റലിയിൽ. 1823 ഡിസംബർ 24 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ആദ്യത്തെ പുൽക്കൂട് ഒരുക്കിയത്. അതുകൊണ്ട് ക്രിസ്മസിന്റെ ഡെക്കറേഷൻസിൽ ഇറ്റലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പുൽക്കൂടാണ്. പ്രധാനപ്പെട്ട സിറ്റികളിലും നിരത്തുകളിലും വീടുകളിലുമെല്ലാം പുൽക്കൂടൊരുക്കും. കച്ചിലൊക്കെ വെച്ച് ചെറിയ പുൽക്കൂട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലത്തെ പുൽക്കൂടാണ് ഇറ്റലിയിലും ഒരുക്കുന്നത്. ക്രിസ്മസ് രാത്രിയിൽ എല്ലാവരും പാതിരാ കുർബാനയ്ക്ക് പോകും. അത് ഇറ്റലിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ 25 രാത്രി എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ച് കൂടും. ക്രിസ്മസിന് അവർക്ക് ചില പ്രത്യേക വിഭവങ്ങളൊക്കെ ഉണ്ട് ആഹാരത്തിൽ. ആ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ഒരു ഫാമിലി ടൈം ഡിസംബർ 25 ഇറ്റലിയിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഡിസംബർ 26 സെയിൻറ്റ് സ്റ്റീഫന്റെ സ്തേഫാനോസിന്റെ തിരുനാളാണ്. സ്തേഫാനോസ് ആരാണ്? ആദ്യത്തെ രക്തസാക്ഷി അല്ലേ? അന്നത്തെ ദിവസം ഇറ്റലിയിൽ പബ്ലിക് ഹോളിഡേ ആണ്. അത് ക്രിസ്മസ് സീസണിന്റെ ഒരു ദിവസം കൂടിയാണ്. മറ്റൊന്ന് ക്രിസ്മസ് മാർക്കറ്റുകളാണ്. മിക്കവാറും എല്ലാ സിറ്റികളിലും ക്രിസ്മസ് ഐറ്റം വിൽക്കുന്ന ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാവും. അത് വളരെ കളർഫുള്ളാണ്. അത് ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്.
1981 വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ഇറ്റലിയിൽ. അത് ആ വർഷത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു. അത് ഗിന്നസ് ബുക്കിൽ റെക്കോർഡായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഈ ക്രിസ്മസ് സീസണിലെ കരോൾ ഗാനങ്ങളാണ്. കരോൾ സിംഗിങ് ആദ്യം കൊണ്ടുവന്നതും ഫ്രാൻസിസ് അസീസിയാണ്. അപ്പോൾ ഇറ്റലിയിൽ ക്രിസ്മസ് സീസണിൽ എല്ലാവരും തെരുവുകളിലൂടെ ക്രിസ്മസ് പാട്ടുകളൊക്കെ പാടി വീടുകളിലൂടെയൊക്കെ പോകുന്നത് നല്ലൊരു കാഴ്ചയാണ്. ജനുവരി 6-ാം തീയതി വരെ കുട്ടികളൊക്കെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കും. എന്താണെന്നറിയാമോ? കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനം കിട്ടുന്നത് ജനുവരി 6-നാണ്. അതുവരെ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കും. ഇതൊക്കെയാണ് ഇറ്റലിയിലെ ക്രിസ്മസ് കാഴ്ചകൾ. ജോ, കഴിഞ്ഞ എപ്പിസോഡിലെ കാരൽ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് ഏതാണാവോ? അതൊക്കെ ഒരു സസ്പെൻസ് അല്ലേ. നമുക്ക് പുതിയ കാരൽ സോങ് കേൾക്കാൻ പോയാലോ? ദ നെക്സ്റ്റ് സെഗ്മെന്റ്, കാരൽ സിംഗിങ്. Oh, come, all ye faithful, joyful and triumphant. Oh, come ye to Bethlehem. Come and behold him, born the King of angels. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him. Christ the Lord. Oh, sing, chorus of angels, sing in exaltation. Sing all that hear in heaven, God's holy word. Give to our Father glory in the highest. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him. Christ the Lord. All hail, Lord, we greet thee, on this happy morning. Oh, Jesus, forevermore we thy name adore. Word of the Father, now in flesh appearing. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him. Christ the Lord. നമ്മുടെ പ്രോഗ്രാമിന്റെ ഫൈനൽ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. ആക്ടിവിറ്റി. നമുക്ക് സ്ഥലം മാർക്ക് ചെയ്താലോ? നിങ്ങൾക്ക് നമ്മുടെ സ്ഥലം ഓർമ്മയുണ്ടോ? അറാറത്ത്. ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാ, നിങ്ങൾ മാർക്ക് ചെയ്യണം. ബാ, നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ആക്ഷനിലേക്ക് കടക്കാം. നമ്മൾ കേട്ടു ഈശോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. അപ്പൊ നമുക്ക് ഈശോയ്ക്ക് ഒരു സ്വീറ്റ് ലെറ്റർ എഴുതാം. നിങ്ങൾ ചെയ്യില്ലേ? നമുക്ക് ഈശോയ്ക്ക് ഒരു അടിപൊളി ലെറ്റർ എഴുതാം. ഇന്നലെ നൽകിയ ചോദ്യത്തിന്റെ ഉത്തരം ഉൽപ്പത്തി 3:15 ഉത്തരം അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിജയ് റോസ്മി മാത്യു, വക്കൈൽ ഹൗസ്, കൊങ്ങാടൂർ PO, അയർക്കുന്നം, കോട്ടയം. നിങ്ങളെല്ലാവരും ഇന്നത്തെ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? ഇന്നത്തെ ചോദ്യം ഇതാണ്: മഴ തീർന്നപ്പോൾ നോഹയുടെ പെട്ടകം ഏത് മലയിലാണ് ഉറച്ചത്? ഞാൻ ഒന്നുകൂടി പറയാം. മഴ തീർന്നപ്പോൾ നോഹയുടെ പെട്ടകം ഏത് മലയിലാണ് ഉറച്ചത്? നിങ്ങളുടെ ഉത്തരങ്ങൾ വേഗം തന്നെ അയക്കാം. നിങ്ങൾ അയക്കേണ്ട നമ്പർ 9605818881. ഒന്നും കൂടെ പറയാം, 9605818881. നമ്മുടെ പ്രോഗ്രാം ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബൈ.